നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സമീപകാലത്ത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി പരിശോധന ശക്തമാക്കാൻ, പ്രത്യേകിച്ച് പല സ്വാധീനത്തിന് വഴങ്ങി ഇത്തരത്തിലുള്ള ആളുകൾ രക്ഷപ്പെടുകയും അല്ലെങ്കിൽ നിയമ നടപടികൾ എടുക്കുന്നതിലൊക്കെ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അഥവാ ഏതെങ്കിലും തരത്തിൽ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ അത് പല സ്വാധീനങ്ങൾക്ക് വഴങ്ങി ഇങ്ങനെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനൊക്കെ പലതരത്തിലുള്ള സങ്കീർണതകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സമീപകാലത്ത് നമുക്കറിയാം ഷൈൻടോൺ ചാക്കോയുടെ കേസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് പല ആളുകളെ പിടിച്ചതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇത്തരത്തിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പല ആളുകളുമായും ഇടപാടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട എക്സൈസ് പലതവണ നടപടികളിലേക്ക് കടക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പോലും അതിനൊക്കെ ചില നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സങ്കീർണതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നടത്തിയ പരിശോധന എന്ന് പറയുന്നത് ഏത് തന്നെ ആളുകളായാലും അല്ലെങ്കിൽ ഏത് തന്നെ സ്വാധീനത്തിന് വഴങ്ങിയ ആളുകളാണെങ്കിൽ പോലും അവരിലേക്കൊക്കെ പരിശോധന നടത്താനും കർശന നടപടി എടുക്കാനും ഒക്കെ സംസ്ഥാനത്തെ വിവിധ ഓഫീസുകളിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ സന്ദേശം ലഭിക്കുകയും ഒരു അത്തരത്തിലുള്ള ഒരു നീക്കുപോക്കുകൾ നടത്താനും മറ്റു നടപടികൾ പിന്നീട് നോക്കാം, ഇപ്പോൾ നിയമ നടപടികളെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു ആത്മവിശ്വാസം എക്സൈസിന്റെ ഓഫീസർക്കും അതോടൊപ്പം തന്നെ ഡാൻസ് സ്റ്റാഫിനും പോലീസിനും നാർക്കോട്ടിക് സെല്ലിനും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ കർശനമാക്കുന്നത്. നേരത്തെ ഇങ്ങനെ ഈ വിതരണക്കാരെയും അല്ലെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റികളുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ പിടികൂടുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഇങ്ങനെ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ താമസ സ്ഥലത്ത് ഉൾപ്പെടെ പരിശോധന നടത്താനാണ് പുതിയ നിർദ്ദേശമനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ താമസ സ്ഥലത്ത് അവർ തങ്ങുന്ന കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകൾ, ഫ്ളാറ്റുകൾ ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധന. ആ പരിശോധനയിലാണ് ഇങ്ങനെ രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സംവിധായകർ ഇപ്പോൾ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ജിംഖാന എന്ന സിനിമയുടെ ഉൾപ്പെടെ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ഉൾപ്പെടെ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഒരു നിർണായക നീക്കം എക്സൈസ് നടത്തിയിരിക്കുന്നു. അല്പസമയം മുമ്പ് ആദ്യം ഈ വിവരം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ നാർക്കോട്ടിക് സെല്ലിനെ നമ്മൾ വിളിച്ചിരുന്നു. പക്ഷേ അവരല്ല ഈ ഓപ്പറേഷന് പിന്നിലെന്ന് മനസ്സിലാക്കുകയും പിന്നീടാണ് എക്സൈസ് ആണ് ഈ ഓപ്പറേഷൻ നടത്തുകയും രണ്ടുപേരെ കഞ്ചാവ് മൊത്ത്, അതായത് അവർ ഉപയോഗിച്ചെന്നത് മാത്രമല്ല അവരുടെ കയ്യിൽ നിന്ന് 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും തെളിവ് ലഭ്യമാവുക എന്നത് പറയുന്നത് എക്സൈസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നിർണായകമാണ്. കാര്യം ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് അവരിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന ഈ വിവരങ്ങൾ കൂടി അല്ലെങ്കിൽ ഈ വസ്തുതകൾ കൂടി മെറ്റീരിയൽ എവിഡൻസ് കൂടി വളരെ പ്രധാനമാണ്. ഒരു കേസ് നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ മെറ്റീരിയൽ എവിഡൻസ് കൂടി പ്രധാനമാണ്. അങ്ങനെയാണ് ഈ പരിശോധനയ്ക്കൊപ്പം തന്നെ അവരിൽ നിന്ന് അവർ ഉപയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കസ്റ്റഡിയിൽ നിന്ന് 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കൂടി പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ അജി സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മുജിദ് സൂചിപ്പിച്ചതുപോലെ മെറ്റീരിയൽ എവിഡൻസ് അവരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു. അത് ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളതിൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. നിലവിൽ ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണോ ചെയ്തത്? എക്സൈസിന്റെ ഒരു തുടർ നീക്കം എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ? നിലവിൽ കച്ചേരിപ്പടിയിലുള്ള എക്സൈസിന്റെ ഓഫീസിൽ ഒരു 10 മിനിറ്റ് മുമ്പ് 15 മിനിറ്റ് പരമാവധി ആ സമയത്തിന് മുമ്പ് അവരെ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. കാര്യം ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ് ജാമ്യം ലഭിക്കാവുന്ന ക്വാണ്ടിറ്റി മാത്രമാണ്. 1.5 ഗ്രാം കഞ്ചാവ് എന്ന് പറയുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല. സ്വാഭാവികമായും അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. പക്ഷേ നേരത്തെ അജി സൂചിപ്പിച്ചതുപോലെ ഈ അന്വേഷണം ഇത് തുറന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. നേരത്തെ തന്നെ ആലപ്പുഴയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ ഒരു വനിത, തസ്ലീമ എന്ന് പറയുന്ന ഒരു വനിത, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പല ആളുകൾക്കും ഇത് കൈമാറ്റം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിതരണമുണ്ട്, പല ആളുകളുമായും വളരെ അടുത്ത ബന്ധമുണ്ട് എന്നതുൾപ്പെടെയുള്ള മൊഴിയുണ്ടായിരുന്നു. ആ തസ്ലീമയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും എക്സൈസ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും പല ആളുകളുടെയും മോഡലിംഗ് രംഗത്തും സിനിമാ രംഗത്തും ഉൾപ്പെടെയുള്ള പല ആളുകളെയും വ്യക്തിപരമായി അടുത്തറിയാമെന്നും അവരുമായി പല ഇടപാടുകളും ഉണ്ട് എന്നും ഈ തസ്ലീമ മൊഴി നൽകിയിരുന്നു. കൊച്ചിയിൽ ഉൾപ്പെടെ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. സമാനമായി ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ എക്സൈസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഉറവിടങ്ങൾ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിതരണക്കാർ, കൈമാറ്റം ചെയ്യുന്ന ആളുകൾ കൃത്യമായി തന്നെ ലിസ്റ്റ് ചെയ്ത് ഓരോരുത്തരെയും കേന്ദ്രീകരിച്ചുള്ള വെവ്വേറെ വിവരശേഖരണം നടത്തുകയും അവരുടെ താമസ സ്ഥലങ്ങൾ, അവർ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയും പരിശോധന നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഈ പരിശോധന നടത്തിയ സാഹചര്യത്തിൽ ഇവരിൽ നിന്ന് മെറ്റീരിയൽ എവിഡൻസ് പിടികൂടുന്നു. ഒപ്പം തന്നെ അതുമായി ഉപയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് അതുമായി പിടിയിലാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും കൈവശം വെക്കുന്നതിന് കുറ്റകരമാകുന്നൊരു നിയമവ്യവസ്ഥയിൽ അവരെ പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും
എക്സൈസിന്റെ തുടർ നീക്കം എന്ന് പറയുന്നത് ഇവർക്ക് ആരാണ് ഇത് കൃത്യമായി തന്നെ എത്തിച്ചു നൽകുന്നത്. പ്രത്യേകിച്ച് ഈ ഹൈബ്രിഡ് കഞ്ചാവ് സമീപകാലത്ത് പല സ്ഥലങ്ങളിലും കഞ്ചാവ് എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ രാസലഹരി എന്നതിനപ്പുറത്തേക്ക് പുതിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നു. അത് വളർത്തുന്നതിനും അല്ലെങ്കിൽ ഒളിപ്പിക്കുന്നതിനുമൊക്കെയുള്ള എളുപ്പവഴി എന്നുള്ള തരത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം എയർപോർട്ട് കേന്ദ്രീകരിച്ച് 5.5 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു. ഇങ്ങനെ ഹൈബ്രിഡ് കഞ്ചാവ് ഈ ലഹരി ഉപയോഗത്തിന്റെ ഒരു പുതിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവിന്റെ കൂടി ഒരു പരിശോധന അല്ലെങ്കിൽ ഒളിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഉൾക്കൊള്ളുന്ന ഈ ലഹരി ഉപയോഗം അതിന്റെ പ്രത്യേകമായ എളുപ്പവഴികൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അങ്ങനെ അതിന്റെ ഉപയോഗം ഒക്കെ നടത്തുന്ന ഈ രാസലഹരി അല്ലെങ്കിൽ ലഹരി മാഫിയ സംഘത്തെക്കുറിച്ച് വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ് എക്സൈസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. സ്വാഭാവികമായും ഈ അന്വേഷണം ആ രൂപത്തിൽ തന്നെയാവും പോവുക. ആരാണ് ഇത് എത്തിക്കുന്നത്, പ്രധാനപ്പെട്ട ഉപയോക്താക്കൾ ആരാണ്, ഇവർ കൈമാറ്റം ചെയ്യുന്നുണ്ടോ, ഇവരുടെ ഉപയോഗം മാത്രമാണ് എന്നുൾപ്പെടെയുള്ള അന്വേഷണം കൂടി ഇതിന്റെ ഭാഗമായി നടക്കേണ്ടതുണ്ട്. എക്സൈസും ഓരോ കേസുകൾ ലഭിക്കുമ്പോഴും അത്തരത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ട നടപടി എടുക്കുമ്പോൾ പോലും അതോടൊപ്പം തന്നെ എന്തൊക്കെ തരത്തിലുള്ള തുടരന്വേഷണ സാധ്യതകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകാൻ കഴിയുക എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിലും അത്തരത്തിലുള്ള തുടരന്വേഷണം ഉണ്ടാകും. അജി.